ഞങ്ങളെല്ലാം ഇവിടെ കോൺഗ്രസിനകത്ത് തുടരുകയാണ്. PC ചെറിയാന് പഠിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പഠിക്കുന്നതിന് അദ്ദേഹം അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു അത്രേ. അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്ന കന്നുകുഴിയിൽ KK തോമസ് ചാച്ചൻ ഒരുമിച്ച് പഠിച്ചതാണ്. എന്നോട് പറഞ്ഞത് എല്ലാ ക്ലാസ്സിലും 1ാം റാങ്ക് വാങ്ങിച്ചുകൊണ്ടാണ് PC ചെറിയാൻ പാസ്സാകുന്നത്. MA BL വരെയും അങ്ങനെ തന്നെ പാസ്സായിരുന്നു. ആ വിവരം ആർക്കും അറിയാൻ പാടില്ലെങ്കിൽ കുടുംബക്കാരറിയണം. ഹി വാസ് എ റാങ്ക് ഹോൾഡർ പഠിക്കുന്ന കാലത്തെല്ലാം. പക്ഷെ PC ചെറിയാൻ ഒരിക്കലും ബാറിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്നില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിലെ നെടുനായകത്വം വഹിക്കുകയാണ്. നെടുനായകത്വം വഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാ രംഗങ്ങളിലും ആ സമയത്ത് PC ചെറിയാനെ കൂടാതെ രാഷ്ട്രീയത്തിൽ ഒന്നും നടക്കില്ലായിരുന്നു. ഒരു കല്ല് പോലും ഇവിടെ അനങ്ങില്ലായിരുന്നു, ഒരു കരിയില പോലും ചലിക്കില്ലായിരുന്നു. പക്ഷെ PC ചെറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട ദോഷം അനുയായികളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ബലഹീനതയാണ്. അവർക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യുന്നതിന് ഒരു ദിവസം പുതുപ്പള്ളിയിൽ നിന്നോ മീനടത്തു നിന്നോ ഒക്കെ എല്ലാം കൂടെ ആള് കൂട്ടി ഒരു ജാഥ നടത്തിയ ഒരു കർഷക സമരം. ആ കർഷക സമരത്തിന്റെ മുമ്പിൽ PC ചെറിയാൻ നിന്നു. PC ചെറിയാൻ കലക്ടറേറ്റ് പിക്കറ്റ് ചെയ്തു. PC ചെറിയാനോടൊപ്പം 10-12 പേരും കൂടെ പിക്കറ്റ് ചെയ്യാനുണ്ടായിരുന്നു. PC ചെറിയാൻ അറിയാമായിരുന്നിരിക്കാം, പിക്കറ്റ് ചെയ്തവരെല്ലാം പോലീസ് വണ്ടിയിൽ കയറ്റി. സാധാരണ സബ് ജയിലിലാണ് അവരെ അയക്കുന്നത്. പക്ഷെ സബ് ജയിലിൽ ഇടയില്ലാഞ്ഞതുകൊണ്ട് ആ വണ്ടിയെ തന്നെ അവരെ എല്ലാവരും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് ആക്കി. 10 ദിവസത്തേക്കാണ് ശിക്ഷിച്ചത്. PC ചെറിയാനോടൊപ്പം അന്ന് സെൻട്രൽ ജയിലിൽ കിടന്ന ഒരാളെ എനിക്കറിയാം, നല്ലപോലെ അറിയാം. അദ്ദേഹം പിക്കറ്റ് ചെയ്യാൻ പോയതല്ല, പിക്കറ്റിങ് കാണാൻ പോയത്. പിക്കറ്റിങ് അദ്ദേഹം പഠിത്തമെല്ലാം നിർത്തി തിരിച്ച് കോട്ടയത്ത് വന്നപ്പോൾ ഇതിന്റെ ഒരു പരിപാടി ഉണ്ടെന്ന് കേട്ട് അദ്ദേഹം അവിടെ ചെന്നു. അപ്പൊ പിക്കറ്റിങ്ങിന് വന്ന കൂട്ടത്തിൽ ധാരാളം പെൺകുട്ടികൾ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം അവരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പിക്കറ്റിങ്ങിന്റെ കൂട്ടത്തിൽ കയറി നിന്നു. അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൂടെ തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയാക്കി. അദ്ദേഹം എന്നോട് പറയുന്നു, പിൽക്കാലത്ത് PC ചെറിയാൻ ആ 10 ദിവസവും കഴിഞ്ഞിരുന്നത് മുഴുവൻ പുസ്തകങ്ങൾ വായിച്ചാൽ കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളോ? ഞാൻ ഗോതമ്പുണ്ട് നിന്ന് വഴി എണ്ണിയാ 10 ദിവസം കഴിച്ചത്. കാരണം ഞാൻ ഒരിക്കലും ഓർത്തതല്ലല്ലോ എന്നെ പിടിച്ചോണ്ട് പോകുന്നത്. ഞാൻ ഇവിടെ വന്നിങ്ങനെ നോക്കിയപ്പോ അദ്ദേഹം ഈ കൂട്ടത്തിൽ ഒരിടത്ത് ഇരിപ്പുണ്ട്, ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിത് പറയുമെന്ന് പേടിച്ച് എന്നോട് ഇവിടെ കയറി വന്നപ്പോ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ വാക്ക് തന്നിരിക്കുകയാണ്. PC ചെറിയാൻ ഇതിന് ശേഷം ഉണ്ടായ ഒരു വലിയ സംഭവം ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. PC ചെറിയാൻ സ്ഥിരമായിട്ട് ചീട്ട് കളിക്കാൻ പോകും YMCA-യിൽ. അത് അദ്ദേഹം മുടക്കാറില്ല. ഒരു ദിവസം ചീട്ട് കളിച്ച് തിരികെ വരുമ്പോ മാമൻ മാപ്പിള ഹാളിന്റെ കിഴക്കുവശത്ത് അക്കാലത്ത് നടത്തിയിരുന്ന ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ ഡി പാരീസ്. ആ ഹോട്ടൽ ഡി പാരീസിന്റെ തൊഴിലാളികളുടെ നേതൃത്വം PC ചെറിയാൻ ഏറ്റവും അടുത്ത അനുയായികളായ PV അന്തപ്പനും വയലാർ പാപ്പത്തിനും ഒക്കെ കൂടെ നടത്തുന്ന യൂണിയനായിരുന്നു. ആ യൂണിയൻ അവർ സമരം നടത്തി. കൂടുതൽ വേതനം കിട്ടാൻ വേണ്ടി, സമരത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഹോട്ടലിന്റെ ഉടമസ്ഥരും കോഴിക്കോട്ടുകാരായിരുന്നു. അവരൊരു ദിവസം ഹോട്ടലിട്ടേച്ച് അവരെ കോഴിക്കോട്ടിൽ പോയി. അപ്പൊ വയലാർ പാപ്പത്തിനും PV അന്തപ്പനും നിർനിമേഷരായി ഹോട്ടലിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹോട്ടൽ ഞങ്ങൾ നടത്തിയാൽ എന്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് PC ചെറിയാൻ ചീട്ടുകളിയും കഴിഞ്ഞ് അതിലെ വരുമ്പോ തന്റെ അനുയായികൾ അവിടെ നിൽക്കുന്നു. ഹോട്ടൽ നടത്താൻ തയ്യാറാണ്, നടത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ കണ്ട കാഴ്ചയാണ്, PC ചെറിയാൻ ഹോട്ടലിനകത്ത് കയറി മാനേജറുടെ സീറ്റിനകത്ത് കയറിയിരുന്നു. കാപ്പ് കുടിക്കാൻ വന്നവർക്ക് പൈസ കൊടുക്കുകയും ബാക്കി കൊടുക്കുകയും ചെയ്യുന്നു. എന്തുണ്ടാവും? ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ കോഴിക്കോട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അവർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ആരെയാണ്? PC ചെറിയാനെ.
പി സി ചെറിയാന്റെ പേരിൽ കട കയറി ആക്രമിച്ചെടുത്തു എന്ന് പറഞ്ഞ് കേസായി. അന്ന് ഞാൻ കോട്ടയം ബാറിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. അന്നും പിൽക്കാലത്തും പി സി ചെറിയാന് വേണ്ടി കോടതിയിൽ കേസ് വരുമ്പോൾ ഹാജരാകേണ്ട ജോലി എനിക്കാണ്. ഞാൻ കോടതിയിൽ കേസ് നടത്തുകയാണ് പി സി ചെറിയാന് വേണ്ടി. എന്നെ കേസ് നടത്തിയിട്ട് വല്ല രക്ഷയുണ്ടോ? പി സി ചെറിയാൻ കയറിയിരുന്നതും കച്ചവടം നടത്തിയതും എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം അത് നിഷേധിക്കാൻ തയ്യാറുമില്ല. അദ്ദേഹത്തിന്റെ തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ തൊഴിലാളികളെ അകാരണമായി ന്യായമല്ലാതെ പിരിച്ചുവിട്ടതിന് വേണ്ടി ഞങ്ങൾ എടുത്ത ഒരു നടപാടാണെന്ന് പറഞ്ഞാൽ എടുത്തത്. പക്ഷെ കോടതി അത് സ്വീകരിക്കുമോ? കോടതി എന്ത് ചെയ്തു? പി സി ചെറിയാനെ ശിക്ഷിച്ചു. പക്ഷെ അദ്ദേഹത്തെ ശിക്ഷിച്ചെങ്കിലും ഒരു താക്കീത് കൊടുത്ത് വെറുതെ വിടിയിക്കാനായിട്ട് അത്രയും എനിക്ക് സാധിക്കും. അതിനുശേഷമാണ് പി സി ചെറിയാൻ, അപ്പൊ 2 പ്രാവശ്യമാണ് പി സി ചെറിയാൻ ജയിലിൽ പോയത്. ഒന്ന് 10 ദിവസം കർഷക സമരത്തിന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും, 2 ഒരു ദിവസത്തേക്ക് സബ് ജയിലിലും, ഹോട്ടൽ ഡി പാരീസിൽ. അടുത്തത് ഞാൻ കാണുന്നത് അടിയന്തരാവസ്ഥ കാലമാണ്. അടിയന്തരാവസ്ഥ വരുന്നതിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് 2ആയി പിളർക്കുകയായിരുന്നു. പി സി ചെറിയാൻ മരിക്കുന്നത് വരെ കോൺഗ്രസിൽ തുടരുമെന്ന് വ്രതമെടുത്ത ആളായിരുന്നു. ഞാനും ആ കൂട്ടത്തിലായിരുന്നു. സുകുമാർ അഴീക്കോട് പറയാറുണ്ട്, അദ്ദേഹം മരിക്കുന്നത് വരെ കോൺഗ്രസിൽ തുടരുമെന്ന് വ്രതമെടുത്തു. അദ്ദേഹം എടുത്തിട്ടുള്ള വ്രതത്തിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കാൻ സാധിച്ചത് ആ വ്രതമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഡോക്ടർ സുകുമാർ അഴീക്കോട്. ഞാൻ മരിക്കുന്നത് വരെ കോൺഗ്രസിൽ തുടരുമെന്നാണ് വ്രതം എടുത്തതെങ്കിലും കോൺഗ്രസ് മരിക്കുന്നത് വരെ അതിൽ തുടരാൻ സാധിച്ചു എന്നാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് പിൽക്കാലത്ത് പറഞ്ഞത്. ഇന്ദിരാഗാന്ധി കോൺഗ്രസിനെ 2ആയി വെട്ടിനുറുക്കിയതിന് ശേഷം പേരന്റ് ഓർഗനൈസേഷൻ എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന സംഘടനയിൽ തുടർന്നതാണ് പി സി ചെറിയാന്റെ ശിക്ഷണത്തിന്റെ ഏറ്റവും വലിയ മകുടത്താണ്. അദ്ദേഹം മാറാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം ആരായിരുന്നു ഞാൻ ഒരു വാക്കിൽ പറയാം. ഇവിടെ ഏത് അഖിലേന്ത്യാ നേതാവ് കേരളത്തിൽ ആരെയെങ്കിലും ആദ്യം വിളിക്കുമായിരുന്നെങ്കിൽ അത് പി സി ചെറിയാനെ വിളിക്കുന്നതായിരുന്നു. എമർജൻസിയുടെ ഫുൾ സ്വിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ കോൺഗ്രസ്സുകാരായ ആളുകൾ ഇന്ദിരാഗാന്ധിയുടെ പക്ഷത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കൂടെ ഒന്ന് കൂടണമെന്ന് പറഞ്ഞപ്പോൾ പി സി ചെറിയാന്റെ വീട്ടിൽ അവർ കൂടാൻ തീരുമാനിച്ചു. ഞാനും പോയിരുന്നു. പക്ഷേ പി സി ചെറിയാന്റെ നേതൃത്വത്തിൽ കൈവിരലിൽ നിന്നാണെന്ന് കുറെ പേര് പറഞ്ഞു, ഞങ്ങൾ പോകാൻ തയ്യാറല്ല, പോകേണ്ടവരൊക്കെ പൊയ്ക്കോളൂ, ഞങ്ങൾ ഇതിനകത്ത് ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു. പി സി ചെറിയാൻ അവിടെ ഉറച്ചു നിന്നു. ആ പാർട്ടിയാണ് പിൽക്കാലത്ത് ജനതാ പാർട്ടി എന്നുള്ള പേര് മാറിയത്. പക്ഷെ എമർജൻസി കഴിഞ്ഞതിന് ശേഷം 18 മാസത്തെ ഏകാന്ത തടവിൽ നിന്ന് മോചിതനായി പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായി തീർന്ന മൊറാർജി ദേശായി ബോംബെയിൽ തിരിച്ചെത്തി ആദ്യം ഫോൺ ചെയ്യുന്നത് പി സി ചെറിയാനെ ആയിരുന്നു എന്നുള്ള വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അവിടെയുള്ള ഗുജറാത്തിലുള്ള വേറെ ആരെങ്കിലും വിളിച്ചോന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ആദ്യം വിളിക്കുകയായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമായി മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ 2ാമത് ഒരു പ്രാവശ്യം കൂടെ ഫോൺ ചെയ്തു. ബാലുവിനോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വിളിച്ചെന്നറിയാവോ? ഞാൻ പി സി ചെറിയാനെ ഗവർണറായി നിയമിക്കാൻ ആഗ്രഹിക്കുന്നു, കൺസെന്റ് ഉണ്ടെങ്കിൽ 2 ദിവസത്തിനകം പറയണമെന്ന് പറഞ്ഞു. പി സി ചെറിയാൻ ആ കാര്യം എന്നോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ ഗവർണറായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 കൊല്ലത്തേക്ക് ജയിലിൽ കിടക്കുന്നതിന് തുല്യമാകും. എനിക്കെന്താ കിട്ടുന്നത്? താമസിക്കാൻ നല്ല വീട്, അതെനിക്കിപ്പോഴും ഉണ്ട്. പോകാൻ 2-3 കാറുകൾ, അതിലും കൂടുതൽ കാർ എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് നഷ്ടപ്പെടുന്നതോ YMCയിലെ ചീട്ടുകളി മുടങ്ങും. അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിക്കുന്നില്ല, ഞാൻ വേണ്ടെന്ന് പറയാൻ പോകാൻ. യഥാർത്ഥത്തിലുണ്ടായതാണ്. എന്നോടത് പറഞ്ഞു. അദ്ദേഹം തിരിച്ചു വിളിച്ചു പറഞ്ഞു അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ആ സ്ഥാനമാണ് പിന്നെ KC എബ്രഹാം മാസ്റ്റർക്ക് കൊടുക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, എന്താണ് പി സി ചെറിയാൻ എന്നുള്ളത് കോട്ടയത്തെ ആളുകൾക്ക് എത്രമാത്രം അറിയാമെന്ന് എനിക്ക് സംശയമുണ്ട്. അഞ്ജലി വന്ന് എന്നോട് ഇതേപ്പറ്റി എല്ലാം ചോദിച്ചപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു. പുസ്തകത്തിനകത്തുണ്ടോ അതൊക്കെ? ഗവർണർഷിപ്പ് ഓഫർ ചെയ്തതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് കോട്ടയത്തെ ആളുകൾ അറിയണം, അടുത്ത തലമുറക്കാരറിയണം, ഇതെല്ലാം അറിയണം. ഉമ്മൻചാണ്ടി ഇന്ന് മുഖ്യമന്ത്രിയാകാൻ കാരണക്കാരൻ പി സി ചെറിയാനാണെന്ന് ആധികാരികമായി ഞാൻ പറഞ്ഞതെന്ന് പറയണം. അതിനകത്ത്
എന്നെ ഏറ്റവും അധികം കൂടുതൽ സ്പർശിച്ചത്, ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അതിനുശേഷം ജുഡീഷ്യറിയിൽ കയറി 1985 ഞാൻ ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റപ്പോൾ എന്നെ ഇതിനകത്ത് ഈ വെട്ടിലേക്ക് കടത്തിവിട്ടയാളാണ് ഇപ്പൊ ഇവിടെ നീല ഷർട്ട് വിട്ട് അവിടെ ഇരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയ എന്നെ ജഡ്ജിയാക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ ഹൈക്കോടതി ജഡ്ജി ആകുന്ന സത്യപ്രതിജ്ഞ നടത്തുന്ന ചടങ്ങിലേക്ക് ഞങ്ങളുടെ സെറിമോണിയൽ പ്രൊസഷൻ കഴിഞ്ഞ് ആ ഹാളിലിരുന്ന് തലപൊക്കി നോക്കിയപ്പോൾ പ്രേക്ഷകരുടെ മുൻനിരയിൽ ദീർഘകായനായ പി.സി. ചെറിയാൻ ഖദർ ഷർട്ടും ഷോളും ഇട്ടിരിക്കുകയാണ് നടുക്ക്. അദ്ദേഹം ആ സമയത്ത് അവിടെ എത്തിയത് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം അധികം പേരൊന്നും അറിഞ്ഞു വരേണ്ട കാര്യമുള്ളതില്ല. പി.സി. ചെറിയാൻ ഒഴിവാക്കാൻ പാടില്ലാത്ത കോട്ടയത്ത് നിന്ന് അതിനുവേണ്ടി മാത്രം വന്ന് അദ്ദേഹം അവിടെ ഇരുന്നു എന്ന് മാത്രമല്ല, അതിനുശേഷം എൻ്റെ ആദ്യത്തെ സിറ്റിങ്ങിന് ഞാൻ ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിയിൽ ഇരിക്കുമ്പോൾ ആ കോടതിയിൽ വന്ന് ഉച്ചവരെ അവിടെ ഇരുന്ന് പ്രൊസീഡിങ്സ് മുഴുവൻ അറ്റൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹം അന്ന് മടങ്ങിപ്പോയത്. അതുകൊണ്ട് ആരെല്ലാം നിങ്ങൾ പി.സി. ചെറിയാനെ മറന്നാലും എനിക്ക് മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ അനുസ്മരണ സമ്മേളനം നടത്തിയപ്പോഴും ഇതേ ഹാളിൽ വെച്ച് പി.സി. ചെറിയാനെ പറ്റി പറയാനുള്ള ഭാഗ്യം എനിക്ക് തേടിയെത്തിയത്. അദ്ദേഹം തലമുറകൾ മറക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി ഗ്രന്ഥമെഴുതി അനശ്വരനാക്കിയ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ അഞ്ജലിയോടുള്ള മുഴുവൻ കടപ്പാടും ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. Thank you so much, Justice K.T. Thomas, for taking us through that history of Appachan's relationship with you and his tryst with Kottayam.